ചാഴൂർ പഞ്ചായത്ത് 17-ാം വാർഡിൽ കുടുംബശ്രീ JLGയുടെ നേതൃത്വത്തിൽ ചെണ്ടുമല്ലി പൂക്കൃഷി വിളവെടുപ്പ് നടത്തി. SN റോഡ് പരിസരത്ത് പൂക്കാട്ട് ഡോളി സോമന്റെ സ്ഥലത്താണ് JLG ഗ്രൂപ്പായ ആശീർവാദ് കുടുംബശ്രീയിലെ ഐശ്വര്യ ഗ്രൂപ്പ്, ഉദയം കുടുംബശ്രീയിലെ JLG സമൃദ്ധി ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ ചെണ്ടുമല്ലി പൂക്കൃഷിയിൽ വിജയഗാഥ രചിച്ചത്. വിളവെടുപ്പ് ഉദ്ഘാടനം ചാഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KS മോഹൻദാസ് നിർവഹിച്ചു. ഏതായാലും നിങ്ങളുടെ ഈ വാർഡിൽ ദീപാ വസന്തൻ്റെ 17-ാം വാർഡിൽ ഇതുപോലുള്ള നല്ല രീതിയിലുള്ള പ്രവർത്തനം നടത്തുന്ന JLG ഗ്രൂപ്പിലുണ്ടെന്ന് അറിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട്. വളരെ അപൂർവമായിട്ട് മാത്രമാണ് ഇതുപോലുള്ള കൃഷി ചെയ്യുന്ന ആളുകൾ ഉള്ളൂ. നമ്മുടെ പഞ്ചായത്തിനകത്ത് JLG ഗ്രൂപ്പുകൾ കുറച്ച് ഉണ്ട്. അവർ പല സംരംഭങ്ങളുണ്ട്, പലരും പല സംരംഭങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളും ആ ഒരു നിലവാരത്തിലേക്കല്ല, കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾ ആ ഒരു നിലവാരത്തിലേക്ക് വരണം, കൃഷി ചെയ്യണം. അങ്ങനെ ഉൽപ്പാദനം നമുക്ക് നമ്മുടെ മേഖലയ്ക്കകത്ത് പരമാവധി വർദ്ധിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കണം. വാർഡ് മെമ്പർ ദീപാ വസന്തൻ അധ്യക്ഷയായി. കൃഷി ഓഫീസർ അമൃതകുമാരി, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ NN ജോഷി, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിനീത ബെന്നി, വാർഡംഗങ്ങളായ ശ്രീരാഗ്, രമ്യ ഗോപിനാഥ്, കുടുംബശ്രീ ചെയർപേഴ്സൺ സുധാദേവി പ്രകാശൻ, പഴുവിൽ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ഉല്ലാസ് കണ്ണോളി, JLG കോർഡിനേറ്റർ ധന്യ, CRP ദിവ്യ എന്നിവർ സംസാരിച്ചു. ഐശ്വര്യ JLG പ്രസിഡന്റ് ഷിജി രാജേഷ്, സെക്രട്ടറി സുഷിജ ജോഷി, സമൃദ്ധി JLG പ്രസിഡന്റ് ഹിമ വിനീഷ്, സെക്രട്ടറി ശാലിനി ബാബു എന്നീ 5 പേർ വീതം അടങ്ങുന്ന ഗ്രൂപ്പാണ് ചെണ്ടുമല്ലി കൃഷിക്ക് നേതൃത്വം നൽകിയത്. വാർഡില് ഇന്ന് നമ്മുടെ ചെട്ടിമല്ലി കൃഷിയുടെ വിളവെടുപ്പ് മഹോത്സവമാണ് ഇവിടെ നടക്കുന്നത്. നമ്മൾക്ക് 2 JLG ഗ്രൂപ്പിൻ്റെ 5 പേരടങ്ങുന്ന 10 പേരുടെ നേതൃത്വത്തിലാണ് ഈ കൃഷി ഇന്നിവിടെ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ വിളവെടുപ്പ് ഇന്നിവിടെ ഉദ്ഘാടനം നിർവഹിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അത് കൃഷി ഓഫീസിൽ നിന്നും 1000 തൈ നൽകുകയും അത് അവരുടെ നേതൃത്വത്തിൽ തന്നെ അവരത് കൊണ്ടുവന്ന് തൈ നട്ട് വളരെ നല്ല രീതിയിൽ തന്നെ അതിൻ്റെ വളടലും എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടാണ് ഇത്രയും നല്ലൊരു പൂവ് നമുക്ക് ഓണത്തിന് നല്ല രീതിയിൽ എല്ലാ വീടുകളിലേക്കും എത്തിക്കാൻ പറ്റുന്ന സാഹചര്യത്തിൽ ആക്കിയിട്ടാണ് ഇന്നിവിടെ ഉദ്ഘാടനം നിർവഹിച്ചത്.